സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച പോസ്റ്റിനോടനുബന്ധിച്ച് നടി ഭാമയ്ക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണങ്ങളായിരുന്നു നടന്നത്. വിവാഹ ജീവിതത്തെപ്പറ്റിയും സ്ത്രീധനം കൊടുത്തുള്ള വിവാഹത്തെക്കുറിച്ചുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ചില പോസ്റ്റുകൾ നടി പങ്കുവച്ചത്. ഇത് വളരെ പെട്ടെന്ന് വൈറലായി മാറുകയും ഭാമയുടെ വ്യക്തിജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥകളായി മാറുകയും ചെയ്തു. സ്ത്രീകൾ വിവാഹം കഴിക്കരുതെന്ന തരത്തിൽ നടി പറഞ്ഞതാണ് വളച്ചൊടിക്കപ്പെട്ടത്. എന്നാൽ പറഞ്ഞതിലെ വസ്തുത മറ്റൊരു രീതിയിൽ മനസ്സിലാക്കപ്പെടുന്നതാണെന്നും പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നും വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് നടി ഇപ്പോൾ. നടി ഭാമയും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞതായി നേരത്തെ മുതൽ പ്രചരണമുണ്ടായിരുന്നു. വിവാഹമോചനത്തെപ്പറ്റി നടി ഒരിക്കലും തുറന്ന് സംസാരിച്ചിരുന്നില്ലെങ്കിലും താൻ ഒറ്റയ്ക്കാണെന്ന് നടി പറഞ്ഞിരുന്നു. താനിപ്പോൾ സിംഗിൾ മദറായി ജീവിക്കുകയാണെന്നാണ് മുമ്പൊരിക്കൽ പറഞ്ഞത്. ഇതിനിടയിലാണ് ചില പോസ്റ്റുകളുമായി ഭാമ എത്തിയത്. അത്തരത്തിൽ ഭാമയുടെ ഇൻസ്റ്റഗ്രാമിലെ ചില സ്റ്റോറികളായിരുന്നു പുതിയ തലക്കെട്ടുകൾക്ക് കാരണമായത്. വേണോ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം? വേണ്ട. ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത്. അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവൻ എടുപ്പിക്കും. ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത്. വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുപോലും അറിയാതെ ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്ന് എത്രയും വേഗം. ഇങ്ങനെയുള്ള ചില എഴുത്തുകളാണ് നടി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത്. ഇത് വാർത്തകളിൽ നിറഞ്ഞതോടെ നടിയെ വിമർശിച്ചും ചിലരെത്തി. ഒടുവിൽ താൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഭാമ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നലെ ഞാനിട്ട എഴുത്തിൽ ഉദ്ദേശിച്ചത് സ്ത്രീധനം കൊടുത്ത് നമ്മൾ സ്ത്രീകൾ വിവാഹം ചെയ്യേണ്ടതില്ല എന്നാണ്. അങ്ങനെ ചെയ്താൽ ഉണ്ടാവുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചാണ് എഴുതിയത്. വിവാഹശേഷം ധനം ആവശ്യപ്പെട്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്ന സമ്മർദ്ദം, അതുമൂലം സ്വന്തം ജീവൻ വരെ ഭീഷണിയോടെ ഒരു വീട്ടിൽ പേടിച്ച് കഴിയേണ്ടി വരിക, കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എല്ലാത്തിനും അപ്പുറമായിരിക്കും. ഇതെല്ലാമാണ് പറയാൻ ശ്രമിച്ചത്. അങ്ങനെ സ്ത്രീകൾ വിവാഹം ചെയ്യരുതേ എന്നാണ്. വിവാഹശേഷമാണെങ്കിൽ സമ്മർദ്ദം സഹിച്ച് ജീവിതം തുടരാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അല്ലാതെ സ്ത്രീകൾ വിവാഹമേ കഴിക്കരുത് എന്നല്ല. എഴുത്തിന്റെ ആശയം മനസ്സിലാക്കുമെന്ന് കരുതി. നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നും പറഞ്ഞാണ് ഭാമ പുതിയ എഴുത്ത് അവസാനിപ്പിക്കുന്നത്.